ഹായ് ഓൾ, ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം ആളുകളും ഈ വീഡിയോയുടെ തംബ്നെയിലുള്ള വാക്കുകളായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാകുക. അതായത് BSc-കാർക്ക് 4,999 രൂപയ്ക്ക് എന്ത് കിട്ടും എന്നിട്ടുള്ള ചോദ്യം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് ആവും. കോസ്റ്റ് ആകുന്നത് മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അക്കാദമിക് നിലവാരം ചിലപ്പം ആ കോഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയില്ല. സോ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി വളരെയധികം ഉണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കുന്നു, BSc-കാർക്ക് 4,999 രൂപയ്ക്ക് പലതും കിട്ടും. ആ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ നമ്മളെ പരിചയം അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ പരിചയപ്പെടുത്താം. അപ്പൊ ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളെ പേരുകൾ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മള് സെറ എന്ന് പറയുന്ന ഒരു ടീമാണ്. സെറ എന്ന് പറഞ്ഞ ടീമിന് നമ്മള് ഐസറുകള്, IITs, NITs, സെൻട്രൽ യൂണിവേഴ്സിറ്റികള്, അങ്ങനെയുള്ള രാജ്യത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള അലൂമിനീസിന്റെ ഒരു ഗ്രൂപ്പാണ് സെറ എന്ന് പറഞ്ഞാൽ. 2023 മുതൽ നമ്മള് ഈ ഒരു PG എൻട്രൻസ് കോച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. PG എൻട്രൻസ് കോച്ചിങ് മാത്രമല്ല, നമ്മൾ അതിന്റെ കൂടെ തന്നെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, ഇന്റേൺഷിപ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കോളേജുകൾക്കും മറ്റുള്ള ഓർഗനൈസേഷൻസിനും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബേസിക്കലി നമ്മൾ ഒരു എക്സ്ക്ലൂസീവ്ലി സയൻസ് കണ്ടന്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ടീമാണ്. ഓക്കെ, സോ നമ്മളെ കുറച്ച് റിസൾട്ടുകളൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 1ാം റാങ്കുകാരുടെ അല്ലെങ്കിൽ 2ാം റാങ്കുകാരുടെ ഒക്കെ കുറെ പേരുകളും ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ നമ്മളെ മുൻ വർഷങ്ങളിലുള്ള റിസൾട്ട് ആണ്. ഇതൊന്നുമല്ല, 1,500-ലധികം വിദ്യാർത്ഥികൾ ഞങ്ങളിലൂടെ വന്ന് രാജ്യത്തെ നിരവധി സെൻട്രൽ യൂണിവേഴ്സിറ്റികളും മറ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പഠിക്കുന്നവരുണ്ട്, പഠിച്ചിറങ്ങിയ ആളുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ PG എൻട്രൻസ് കോച്ചിങ്ങിന്റെ കൂടെ തന്നെ അവർക്ക് CSIR കോച്ചിങ്, അങ്ങനെയുള്ള കോച്ചിങ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നല്ല, BSc-കാർക്ക് നമ്മൾ എന്താണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. സോ 5,000 രൂപയുടെ ഒരു കാര്യമാണ് ഞാനിവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. 5,000 രൂപയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5,000 രൂപയുടെ ഒരു ബാച്ചാണ്. ഏത് ബാച്ചാണ് നിങ്ങൾ നോക്കി അറിയാം. ഇതൊരു ലോങ് ടൈം ബാച്ചാണ്. 2027 വർഷത്തില് BSc പൂർത്തിയാക്കി അല്ലെങ്കിൽ BSc ഫൈനൽ ഇയർ പഠിക്കുന്ന ആളുകള് ഫേസ് ചെയ്യാൻ പോകുന്ന നിരവധി PG എൻട്രൻസ് എക്സാമുകളുണ്ട്. ആ PG എൻട്രൻസ് എക്സാമുകൾക്ക് കോച്ചിങ് നൽകുന്ന ഒരു ബാച്ചാണ് നമ്മളിവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. കോച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കുറച്ച് വാക്കുകളിലൂടെ അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സുകളിലൂടെയുള്ള കണ്ടന്റ് കൊടുക്കുന്നതല്ല കോച്ചിങ്. നമ്മൾ സയൻസ് മാത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു PG എൻട്രൻസ് പ്രിപ്പറേഷൻസ് എങ്ങനെ വേണം എന്നുള്ള ഒരു ഐഡിയൽ രീതി നമുക്ക് അറിയാം. ആ ഐഡിയൽ രീതി വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണത്. ഈ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. സോ ഈ കോഴ്സിൽ ഏതൊക്കെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിരവധി എക്സാമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് മാത്രമല്ല, ഇതിലധികം എക്സാമുകൾ പുറമെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് IIT JAM, ജസ്റ്റ് ഗേറ്റ്, അതേപോലെ തന്നെ ടിഫർ, CUT PG, കുസാറ്റ്, കണ്ണൂർ, കാലിക്കറ്റ്, കേരള, MG, ഇത്രയും യൂണിവേഴ്സിറ്റികൾ കൂടാതെ മറ്റ് PG എൻട്രൻസ് എക്സാമുകൾക്കും നിങ്ങൾക്ക് ഈ ബാച്ചിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും, കോച്ചിങ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതില് കുസാറ്റ് മുതൽ താഴോട്ടുള്ള എക്സാമുകളൊക്കെ നമ്മളെ കേരളത്തിൽ നടക്കുന്ന എൻട്രൻസ് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ കേരളക്കാർക്ക് മാത്രമല്ല മറ്റുള്ള ആളുകൾക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്യാം. മുകളിലുള്ള എക്സാമുകളിൽ ഈ ആദ്യത്തെ 4 എണ്ണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആദ്യത്തെ 4 എണ്ണം വളരെ വളരെ ബുദ്ധിമുട്ടേറിയ എക്സാമുകളാണെന്നുള്ള ഒരു ധാരണ പൊതുവേ ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ IIT JAM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള IIT-കള്, NIT-കള്, മറ്റു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ MSc പ്രിപ്പറേഷൻസ് ആവശ്യമായിട്ടുള്ള ഒരു MSc അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള ഒരു എക്സാം ആണ്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് കാര്യമായിട്ട് ഫിസിക്സും കെമിസ്ട്രിയും പിന്നെ ബോട്ടണി, സുവോളജി, ലൈഫ് സയൻസ്, ബയോടെക്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് IIT JAM-ൽ ആകെ ഒരു പേപ്പറാണ് ഉണ്ടാകുക. അത് ബയോടെക് എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ IIT JAM-ന് വേണ്ടിയിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും ബയോടെക്കിന്റെയും കോച്ചിങ്ങുകൾ ഈ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ജസ്റ്റ് ഉണ്ട്. ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ PhD, മെയിൻ ആയിട്ട് ഫിസിക്സ് സബ്ജക്ട് അല്ലെങ്കിൽ ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റുകാർക്കുള്ള എക്സാം ആണ് ജസ്റ്റ്. അതിൽ PhD അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് PhD-ക്കുള്ള അഡ്മിഷൻ ആണ് കൊടുക്കുന്നത്. MSc-ക്ക് അഡ്മിഷൻ ഉണ്ട്, പക്ഷേ കെമിസ്ട്രിക്കാർക്കും ബാക്കിയുള്ള ലൈഫ് സയൻസ് സബ്ജക്റ്റുകൾക്കും ജസ്റ്റ് വലിയൊരു ഓപ്ഷൻ ആകുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ ഗേറ്റ് നിങ്ങൾക്ക് അറിയാം, MTech
ഓക്കെ, അതായത് ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ PG അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഗേറ്റ്. ഈ പറയുന്ന ഗേറ്റ് എക്സാമിൽ നമുക്ക് ആർക്കൊക്കെ അറ്റംപ്റ്റ് ചെയ്യാം? ഈ ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും അതുപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകാർക്ക് IIT ജോബ് പോലെ തന്നെ, അതായത് ബാക്കിയുള്ള സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ബോട്ടണിക്കാർക്കും സുവോളജിക്കാർക്കും ലൈഫ് സയൻസ്, ബയോടെക്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഇത്രയും ആളുകൾക്ക് ബയോടെക്നോളജി എന്ന് പറഞ്ഞ പേപ്പറാണ് എവിടെ എഴുതാൻ സാധിക്കുക? ഗേറ്റിൽ എഴുതാൻ സാധിക്കുക. ബയോടെക്നോളജി ഉണ്ട്, ലൈഫ് സയൻസ് ഉണ്ട്, പിന്നെ എൻവയോൺമെന്റൽ സയൻസ്, അങ്ങനെയും പേപ്പറുകൾ എവിടെയുണ്ട്? ഗേറ്റിലുണ്ട്. പിന്നെ ഉള്ളത് ഒരു ടിഫർ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. ഓക്കെ, നമ്മളെ രാജ്യത്ത് നിരവധി ടിഫറുകൾ ഉണ്ട്. ആ ടിഫറിലേക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളാണ് TIFR എൻട്രൻസ് എക്സാമുകൾ. അതായത് അതിൽ നമുക്ക് PGക്കാർക്കും നമുക്ക് എന്ത് ചെയ്യാം? അതായത് UG കഴിഞ്ഞ് PG താല്പര്യമുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് TIFR നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റൂല. അവിടെ ബയോളജിക്കാർക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഫിസിക്സും കെമിസ്ട്രിയും ഒരുവിധം എല്ലാ എക്സാമുകളിലും നമുക്ക് പേപ്പർ ആയിട്ടുണ്ടാകും. പക്ഷെ ഇത്രയും സബ്ജക്റ്റുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് മൊത്തത്തിൽ ചിലപ്പം ഒരു എക്സാമാണ് ഉണ്ടാകുക. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 4 എൻട്രൻസ് എക്സാമുകളുടെ പ്രത്യേകത. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ അത്യാവശ്യം വലിയ രീതിയിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു എക്സാമുകളാണ് ഈ പറഞ്ഞ 4 പിന്നെ നമുക്കറിയുന്നതാണ് CUT PG എന്ന് പറയുന്നത് അല്ലെ. രാജ്യത്തുള്ള 40-ലധികം സെൻട്രൽ യൂണിവേഴ്സിറ്റികള്, ഡീംഡ് യൂണിവേഴ്സിറ്റികള്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികള്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികള്, ഇത്രയധികം യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടിയിട്ടുള്ള PG എൻട്രൻസ്, ആ എക്സാമിന്റെ പേരാണ് CUT PG അല്ലെ. MSc പ്രിപ്പറേഷൻ, MSc മാത്രമല്ല MAയും അതേപോലെ തന്നെ MCOവും MBA ഒക്കെ അഡ്മിഷൻ നടക്കുന്നത് ഏത് വഴിയാണ്? CUT PG വഴിയാണ്. സോ ഇവിടെ CUT PGയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഓരോ പേപ്പറുകളും അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫിസിക്സുകാർക്ക് ഫിസിക്സ് എഴുതാം, കെമിസ്ട്രിക്ക് കെമിസ്ട്രി എഴുതാം, ബോട്ടണിക്ക് ബോട്ടണി എഴുതാം, സുവോളജി എഴുതാം, ലൈഫ് സയൻസും ബയോടെക്കും ബയോകെമിസ്ട്രി, മൈക്രോബയോളജി ഒക്കെ എവിടെ ഉണ്ടാവും? ഈ പറയുന്ന CUT PGയിൽ ഉണ്ടാവും. ഓക്കെ, സോ അതുകൂടാതെ പിന്നെ കുസാറ്റ് കാറ്റിലും ഇതേപോലെ തന്നെ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണാം. കണ്ണൂരും കാലിക്കറ്റും കേരള MG ഒക്കെ ആയി കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണാം. സോ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങളെ മുമ്പിൽ 2027 കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PG എൻട്രൻസ് എക്സാമുകൾ ഇത്രയാണ്. അതിൽ ഇത്രയും ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ കോച്ചിങ് നൽകുന്നത്. സോ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അടുത്ത സംശയം ഉണ്ടാവും, ഇത്രയും എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരേ കോച്ചിങ്ങിലൂടെ നമുക്ക് സാധ്യമാകുന്നു, ഒറ്റ കോച്ചിങ്ങിലൂടെ ഇത്രയും എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ നമുക്ക് സാധ്യമാകുന്നു. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇത്രയും എക്സാമുകളുടെ സിലബസ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എക്സാമുകളുടെ ഒക്കെ ഒരു 80-90% സിലബസുകൾ, ഏറ്റവും പറഞ്ഞത് ഒരു 75% കണ്ടന്റുകളും സിലബസിനകത്തുള്ള കണ്ടന്റുകളും എന്താ? സെയിം ആണ്. ഓക്കെ, അപ്പൊ സെയിം സിലബസിലുള്ള ഇത്രയും എക്സാമുകൾക്കുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആ വ്യത്യാസം ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കാണിച്ചിരുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 4 എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവലായിരിക്കും. കാരണം അതിലൂടെ PhDക്കും ഇന്റഗ്രേറ്റഡ് PhDക്കും കൂടി അഡ്മിഷൻ ഉണ്ട്. സോ MSc റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും ഇവരിൽ കൂടുതൽ ഉണ്ടാകുക. അപ്പൊ പറഞ്ഞാൽ MScക്കാർക്ക് മാത്രമല്ല BScക്കാർക്ക് അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷെ അതിതീവ്രമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ഇതിന്റെ പറയിൽ വേണം. ഓക്കെ, ഇത് ഈ ആദ്യത്തെ 4 താഴോട്ടുള്ള എക്സാമുകൾ, CUT PG മുതൽ താഴോട്ടുള്ള എക്സാമുകളുടെ ഒക്കെ ഈ പറഞ്ഞ സിലബസിൽ ഉൾപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി എന്തായിരിക്കും? മോഡറേറ്റ്ലി എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഞാൻ പറയുന്നത് ഒരൊറ്റ ബാച്ചിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്കൊരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന എക്സാമുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയും സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു നോക്കുന്നു. ഇത്രയും സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, ലൈഫ് സയൻസ്, ബയോടെക്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്രയും എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ലോങ് ടൈം ബാച്ചിലൂടെ കോച്ചിങ് കൊടുക്കുന്നത്. സോ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഈ എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നൽകുന്ന കോച്ചിങ് ഏതൊക്കെ എക്സാമിനുമാണ് ഉപകരിക്കുക എന്നുള്ളത്. അടുത്തതായിട്ട് നമ്മളെ കോച്ചിങ്ങിന്റെ സവിശേഷതയാണ് ലോങ് ടൈം ബാച്ചിന്റെ, സെറയുടെ ലോങ് ടൈം ബാച്ചിന്റെ സവിശേഷതയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ ആപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് കണ്ടന്റുകൾ നൽകാൻ സാധിക്കുക. സെറയുടെ ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിന് ആപ്പ് സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റുകൾ ഇപ്പോൾ തന്നെ അവൈലബിൾ ആയിരിക്കും. സെമസ്റ്റർ കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും ഫ്രീ ആയിട്ട്. സോ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കാര്യമായിട്ട് ക്ലാസ്സുകളിൽ റെക്കോർഡഡ് പ്ലസ് ലൈവ് ആയിട്ടാണ് പോകുന്നത്. റെക്കോർഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഒരുമിച്ച് നൽകുന്നല്ല, ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള പ്ലാനിങ് അനുസരിച്ച് മൊഡ്യൂളുകളായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ റിലീസ് ചെയ്യുക. റെക്കോർഡ് സെഷൻസ്
മൊഡ്യൂളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൊഡ്യൂളിന്റെ അകത്ത് വീണ്ടും ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങളോട് പറയും. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് അതിനുള്ള മുഴുവൻ പദ്ധതികൾ നിങ്ങളോട് പങ്കുവെക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് ആണ് ഒരു ക്ലാസിന്റെ ആവറേജ് ഡ്യൂറേഷൻ വരുന്നത്. ഇങ്ങനെയുള്ള 100-ലധികം മണിക്കൂറുകളുടെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഈ പറയുന്ന റെക്കോർഡ് സെഷൻസിലൂടെ മാത്രം കിട്ടാൻ പോകുന്നത്. റെക്കോർഡ് സെഷൻ മാത്രമാണോ? അല്ല. നിങ്ങളുടെ ഡൗട്ടുകൾ ഈ റെക്കോർഡ് ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയം തന്നെ നമ്മൾ ഫാക്കൽറ്റീസിനോട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മന്ത്ലി 2 തവണ, മന്ത്ലി എപ്പോഴും നമുക്ക് ലൈവ് സെഷൻസ് വെക്കുന്നത് ഒരു ഐഡിയൽ മെത്തേഡാണ് നിങ്ങൾ കരുതുന്നില്ല. കാരണം കോളേജ് ലൈഫിന്റെ ഇടയിൽ പലപ്പോഴും കുട്ടികൾ തിരക്കിലായിരിക്കും. ആ തിരക്കിനിടയിൽ നമ്മൾ ലൈവ് സെഷൻസ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പലരും അതിനോട് താല്പര്യം കാണിക്കാറില്ല. നമ്മൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. സോ ആ ഒരു പ്രയാസം മറികടക്കാൻ വേണ്ടിയിട്ട് മാസത്തിൽ 2 തവണയാണ് നമ്മൾ ലൈവ് സെഷൻസ് കൊടുക്കുന്നത്. ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡ് സെഷൻസിനകത്തുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് അല്ലാതെ ഉണ്ടാകുന്ന കോളേജിൽ നിന്ന് വരുന്ന സെമസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് PYQ ഡിസ്കഷൻസ് ഇതെല്ലാം നമ്മളെ ലൈവ് സെഷൻസിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ടും നമുക്ക് നമ്മളെ ആപ്പ് സെറ ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യുക. സോ അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ നോട്ടുകളാണ് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുക? നമ്മൾ 2 തരത്തിലുള്ള നോട്ടുകളാണ് കുട്ടികൾക്ക് സാധാരണ കൊടുക്കാറ്. ഒന്ന്, ക്ലാസ് എടുക്കുമ്പോഴുള്ള ക്ലാസ് നോട്ടുകൾ കൊടുക്കും. അത് കൂടാതെ ഞങ്ങൾ തന്നെ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ഓരോ ടോപ്പിക്കിന്റെയും റെഫറൻസ് ബുക്കുകൾ. ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സിനകത്ത് ക്ലാസിക്കൽ മെക്കാനിക്സിന് ഒരു റെഫറൻസ് ബുക്ക് ഉണ്ടാവും, ക്വാണ്ടം മെക്കാനിക്സിന് ഒരു റെഫറൻസ് ബുക്ക് ഉണ്ടാവും, മാത്തമെറ്റിക്കൽ റെഫറൻസ് ബുക്ക് ഉണ്ടാവും. ഇങ്ങനെ ഓരോ ടോപ്പിക്കിനനുസരിച്ച് നമ്മളെ തന്നെ ഫാക്കൽറ്റീസ്, ഞാൻ പറഞ്ഞല്ലോ നമ്മളെ തന്നെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്ത് രാജ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള അലൂമിനീസ് ആണ്. ആ അലൂമിനീസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള റെഫറൻസ് ബുക്കുകൾ PDF രൂപത്തിൽ, പ്രിന്റബിൾ രൂപത്തിൽ നിങ്ങൾക്ക് നൽകും. അതുകൂടാതെ മെന്റർഷിപ്പ് സപ്പോർട്ട്, അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളെ അക്കാദമിക് നിലവാരവുമായി അല്ലെങ്കിൽ അക്കാദമിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ ഞാനിപ്പോ BSc ചെയ്യുന്നു, ഇനി ഞാൻ MSc പഠിക്കേണ്ട ആവശ്യമുണ്ടോ, MSc എവിടെ ഞാൻ ചെയ്യുന്നതായിരിക്കും നന്നാകുക, എനിക്ക് കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, ഞാൻ ഇപ്പോൾ BSc ചെയ്യുന്ന ടോപ്പിക്കിൽ തന്നെ ഞാൻ MSc ചെയ്യേണ്ട ആവശ്യമുണ്ടോ, പുതിയ ന്യൂ ജനറേഷൻ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, കണ്ടന്റുകൾ എവിടെയൊക്കെയാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോഴാണ് ഞാൻ ഭാവിയിൽ വിചാരിക്കുന്ന റിസർച്ച് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ള നിരവധി ഡൗട്ടുകൾ ഈ ഒരു പ്രിപ്പറേഷൻ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ആളുകളുമായിട്ടുള്ള 1-to-1 മെന്റർഷിപ്പ് ആണ്. നേരിട്ട് ഒരു ഗ്രൂപ്പ് ആയിരുന്നിട്ട് ചർച്ച ചെയ്യുന്നല്ല, നിങ്ങൾക്ക് നേരിട്ട് അവരോട് നിങ്ങളെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും സമയമല്ല ഞങ്ങൾ പറയുന്നത്, 24/7 ഈ മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും. നിങ്ങൾക്ക് ഏത് സമയം വേണമെന്നുണ്ടെങ്കിൽ അവരോട് വിളിച്ച് നിങ്ങളെ സംശയങ്ങൾ തീർക്കാനുള്ള അവസരം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എക്സാമുകൾ ഞങ്ങൾ പ്രധാനമായും 2 തരത്തിലുള്ള എക്സാമുകളാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ടോപ്പിക് എക്സാമുകളും, 2 മോക്ക് ടെസ്റ്റുകളും. എന്താണ് ടോപ്പിക് എക്സാമുകൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ മൊഡ്യൂളുകളായിട്ടാണ് നിങ്ങൾക്ക് നൽകുക. ആ മൊഡ്യൂളിൽ തന്നെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ വേറെ ഉണ്ടാവും. ഈ ടോപ്പിക്കുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എക്സാമുകളാണ് ടോപ്പിക് എക്സാം. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്ക് പഠിച്ചു അല്ലെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരായി എന്ന് നിങ്ങളെ മനസ്സിലായിപ്പിക്കുന്ന എക്സാമുകളാണ് ടോപ്പിക് എക്സാമുകൾ. അത് ഓരോ കണ്ടന്റ് കൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാം. അങ്ങനെ 50-ലധികം ടോപ്പിക് എക്സാമുകൾ ഉണ്ട്. ഇത് കൂടാതെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ഓരോ എക്സാമിന്റെയും പാറ്റേൺ അനുസരിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ്. IIT ജാമിന് ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും, CUT PGക്ക് മറ്റൊരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും, കുസാർക്കാറ്റിന് ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ എക്സാമിന്റെയും പാറ്റേണും ഓരോ എക്സാമിനുള്ള ചോദ്യങ്ങളുടെ എണ്ണവും ടൈമിങ്ങും അനുസരിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ 20-ലധികം മോക്ക് ടെസ്റ്റുകൾ. ഇത് തുടക്കം കിട്ടൂല. ഈ ഒരു ആഗസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് ഞങ്ങൾ ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ ടോപ്പിക്കുകളൊക്കെ കുറച്ചങ്ങോട്ട് നീങ്ങി എന്ന് തോന്നുമ്പോൾ അടുത്തതാണ് മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ടത് PYQ സോൾവിംഗ് സെഷൻസ്. ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഇത്രയും ഞാൻ പറഞ്ഞതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് PYQ സോൾവിംഗ്. അതായത് ഇത്രയും സിലബസ് സെയിം ആയിട്ടുള്ള ഇത്രയും എക്സാമുകൾ, ഈ എക്സാമുകളുടെ ഒക്കെ പൊതുവായിട്ടുള്ള പാറ്റേണുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സിലബസ്
സിലബസ് നോക്കിയിട്ടോ ഈ എക്സാം എഴുതിയ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനേക്കാളൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഈ എക്സാമുകളുടെ ഒക്കെ ചോദ്യ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏതെല്ലാം നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്, ഏതെല്ലാം ടോപ്പിക്കുകളാണ് തുടർച്ചയായിട്ട് ആവർത്തിക്കുന്നത്, ഏതെല്ലാം ചോദ്യങ്ങളാണ് തുടർച്ചയായിട്ട് ആവർത്തിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നമ്മളെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. അപ്പൊ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാ, സാറേ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചിങ് ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ലേണിംഗ് ടെക്നിക്കാ. എന്താണ് റിവേഴ്സ് ലേണിംഗ് ടെക്നിക്ക്? സാധാരണഗതിയിൽ നിങ്ങൾ മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം തിയറി പഠിപ്പിക്കും, അല്ലെങ്കിൽ കൺസെപ്റ്റ് പഠിപ്പിക്കും. കൺസെപ്റ്റ് പഠിപ്പിച്ച ശേഷം നേരെ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രാപ്തരാക്കും. നമ്മളെ ടെക്നിക്ക് അങ്ങനെയല്ല. ഞങ്ങൾ ആദ്യം നിങ്ങൾക്ക് ചോദ്യങ്ങൾ പരിചയപ്പെടുത്തും. ഇന്ന ഏരിയകളിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇത്രയൊക്കെയാണ്. അങ്ങനെ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ചോദ്യം ആദ്യം ചെയ്യിപ്പിക്കുകയല്ല, ചോദ്യം പരിചയപ്പെടുത്തുകയാണ്. അതായത് ഇങ്ങനെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല, വേണമെങ്കിൽ എനിക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം, അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്നാൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ തുടർച്ചയായിട്ട് ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നിർബന്ധമായിട്ട് ഞാനത് പഠിക്കണം. എങ്ങനെ ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്? അപ്പൊ ആ ഒരു ധാരണ നിങ്ങൾക്ക് മനസ്സിൽ ആദ്യമേ സൃഷ്ടിക്കാൻ കഴിയും. എങ്ങനെ? ആദ്യം ചോദ്യം പരിചയപ്പെട്ട് പിന്നീട് അതിന്റെ കൺസെപ്റ്റ് പഠിച്ച് പിന്നീട് ആ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ. ഇതിനെ ഞങ്ങൾ വിളിക്കുന്ന പേര് റിവേഴ്സ് ലേണിംഗ് ടെക്നിക്ക് എന്ന്, RLT ടൂൾ എന്ന് നമ്മൾ വിളിക്കും. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അക്കാദമിക് ടൂളാണ്, ടീച്ചിങ് ടൂളാണ്. ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള PYQ സോൾവിംഗ് സെഷൻസ്, അത് ലൈവ് ഉണ്ടാവും, റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും. അടുത്തതാണ് മക്കളെ നിങ്ങൾ എല്ലാവരും പ്രധാനമായി കാത്തിരിക്കുന്ന ഒരു സംഗതി. അതെന്താ? സെമസ്റ്റർ കണ്ടന്റുകളാണ്. ഇത്രയും കാര്യങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെ സെമസ്റ്റർ 5, 6 അല്ലെങ്കിൽ നിങ്ങൾ ഏത് സെമസ്റ്റർ ആയിക്കോട്ടെ ആ സെമസ്റ്ററുകൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ, ക്ലാസ്സുകളായിക്കോട്ടെ, നോട്ടുകളായിക്കോട്ടെ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആയിക്കോട്ടെ, പ്രോബ്ലം സോൾവിംഗ് സെഷൻ ആയിക്കോട്ടെ, ഞങ്ങൾ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതായത് സെമസ്റ്റർ കണ്ടന്റുകൾ. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള സംഗതി ഒരു പക്ഷേ ഇതായിരിക്കും. സെമസ്റ്റർ കണ്ടന്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഞങ്ങൾ ഈ പറയുന്ന 5000 രൂപയ്ക്ക് എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറയുന്നു. 5000 രൂപയ്ക്ക് ഇത്രയും സംഗതികൾ കിട്ടും. ഇത്രയും സംഗതികൾ കിട്ടുന്ന എത്ര കാലത്തേക്കാ? 1 വർഷത്തിലധികമാണ് ഈ ബാച്ചിന്റെ വാലിഡിറ്റി. ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2027 ജൂലൈ മാസം വരെ, ജൂലൈയോട് കൂടിയാണ് ഒരുവിധം എല്ലാ PG എൻട്രൻസ് എക്സാമുകളും അവസാനിക്കുന്നത്. 2027 ജൂലൈ മാസം വരെ ഈ ബാച്ചിന്റെ, ലോങ് ടൈം ബാച്ചിന്റെ വാലിഡിറ്റി ഉണ്ടാകും എന്ന് നിങ്ങളെ ഞാൻ വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു. സോ നിങ്ങളെ കാത്തിരിക്കുന്നത് ഏറ്റവും നല്ലൊരു ചാൻസ് ആണ്. രാജ്യത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ PG ചെയ്യാൻ സാധിക്കും. നിങ്ങളെ ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളിൽ PG ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൃത്യമായ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുക. അവസാന ഘട്ടത്തിൽ 2 മാസം മുമ്പേ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുക്കുന്ന ക്രാഷ് ബാച്ചിന്റെ ഫീനേക്കാളും കുറവാണ് നമ്മുടെ 1 ഇയറിലുള്ള ലോങ് ടൈം ബാച്ചിന്റെ ഫീ. 6000, 7000 ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ക്രാഷ് ബാച്ചിൽ അവസാന 2 മാസത്തേക്ക് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് 12 മാസത്തിലധികം വാലിഡിറ്റി ഉള്ള നമ്മളെ 1 ഇയർ പ്ലസ് വാലിഡിറ്റി ഉള്ള ലോങ് ടൈം ബാച്ച് എന്ന് പറഞ്ഞാൽ. സോ ആലോചിക്കുക, കൃത്യമായിട്ടുള്ള പ്ലാനിങ്, അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ്, കൃത്യമായിട്ടുള്ള അസിസ്റ്റൻസ്, മെന്റർഷിപ്പ്, സപ്പോർട്ട്, ഇത് 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാമുകളും, ഏത് എൻട്രൻസ് എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഞങ്ങളൊക്കെ ക്രാക്ക് ചെയ്ത് വരുന്ന ആളുകളാണ്. സോ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് നമ്മളെ സൈഡിൽ തരും, കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഞങ്ങളെ സൈഡിൽ തരും, കൃത്യമായിട്ടുള്ള കണ്ടന്റുകൾ. പിന്നെ വേറെ കാര്യം കൂടി ഞാൻ നേരത്തെ ഓർമ്മിച്ചത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങൾ എക്സ്ക്ലൂസീവ്ലി സയൻസ് കോച്ചിങ് നടത്തുന്ന ടീമാണ്. ഞങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളൊന്നും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. ഇതുകൊണ്ടുള്ള ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും സയൻസിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഉപകാരം നിങ്ങൾക്ക് എന്തായാലും നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിലൊക്കെ കിട്ടും. ഓക്കെ, സോ ഞാൻ വീണ്ടും തുടർച്ചയായിട്ട് പറഞ്ഞ് നിങ്ങളെ പുറടിപ്പിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ലോങ് ടൈം ബാച്ചിലൂടെ വെറും 5000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിതാ ഇതിന്റെ അകത്തൊക്കെ നിങ്ങൾക്ക് നമ്മളെ നമ്പർ കാണാം. നമ്മുടെ നമ്പർ ഒന്നുകൂടി ഞാൻ എഴുതുന്നു, 8788630250. ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ബാച്ചിൽ അഡ്മിഷൻ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ, എന്ത് തരത്തിലുള്ള സഹായങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഞാൻ കൂടുതൽ വിശദീകരിച്ച് പുറപ്പെടുപ്പിക്കുന്നില്ല. സോ ഇനി മുതൽ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി പറയാം, BSc കാർക്ക് 4999 രൂപയ്ക്ക് പലതും കിട്ടും.
ഓക്കെ, സോ നിർബന്ധമായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.